ഇതിൽ ഒരു കാര്യം ആലോചിച്ചാൽ വളരെ രസകരമാണ്. അപ്പോൾ നമുക്കറിയാം -2 മുതൽ +2 വരെ ഒരു കുട്ടി 14 വർഷമാണ് സ്കൂളിൽ പഠിക്കുന്നത്. LKG UKG മുതൽ അങ്ങോട്ട് 10, 11, 12. 12th സ്റ്റാൻഡേർഡ് ആകുമ്പോഴത്തേക്ക് ഒരു കുട്ടി ആ കുട്ടിയുടെ ഏറ്റവും വിലപ്പെട്ട 14 വർഷം 14 years has already been spent in school. സ്കൂളിങ്ങിൻ്റെ പ്രോസസ്സിൽ 14 വർഷം കഴിയും. ഈ 14 വർഷം കഴിയുമ്പോൾ +2ന് ശേഷം ഏകദേശം 15-20ഓളം എൻട്രൻസ് എക്സാമിനേഷൻ ആ കുട്ടിയെ കാത്തിരിക്കുകയാണ്. അഥവാ നമുക്കൊക്കെ സാധാരണ അറിയുന്ന മെഡിക്കൽ എഞ്ചിനീയറിങ്, CUET എന്നതിനേക്കാളൊക്കെ അപ്പുറം ഇൻറ്റഗ്രേറ്റഡ് എക്സാമിനേഷൻ, മാനേജ്മെൻറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിനുള്ളത്, അതേപോലെ ക്ലാറ്റ്, ക്ലീ ഇങ്ങനെ തുടങ്ങി ഒരുപാട് എക്സാമിനേഷനുകൾ +2ന് ശേഷമുണ്ട്. അപ്പോൾ ഈ 14 വർഷം പഠിച്ചൊരു കുട്ടിക്ക് ഇതേപോലെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധാരണഗതിയിൽ പറ്റില്ല. അതിന് ആ കുട്ടി ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ 10 മാസം പോയിട്ട് റിപ്പീറ്റ് ബാച്ചിന് ചേരണം. അപ്പോൾ 14 വർഷം പഠിച്ച കുട്ടിക്ക് സാധിക്കാത്ത എന്ത് കാര്യമാണ് 10 മാസം കൊണ്ട് ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ സാധ്യമാക്കുന്നത്? അപ്പോൾ എന്ത് മാജിക്കാണ് അവിടെ നടക്കുന്നത്? അപ്പോൾ ഒരു എൻട്രൻസ് ഫീൽഡിൽ കുറേ കാലം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, അത് കോമ്പറ്റൻസി ഡെവലപ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു പഠനമാണ് അവിടെ നടക്കുന്നത്. അത് റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തും ആ ക്വസ്റ്റ്യൻസിലൂടെ കുട്ടികൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രമാണ് അവിടെ ചെയ്യുന്നത്. അല്ലാതെ ഇവർ സ്കൂളിൽ പഠിപ്പിച്ച ഫിസിക്സും എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പഠിപ്പിക്കുന്ന ഫിസിക്സും തമ്മിൽ വ്യത്യാസമില്ല. അതേപോലെ തന്നെ കെമിസ്ട്രിയും ബയോളജിയോ മാത്സോ ഒന്നും അവിടെ പഠിപ്പിക്കുന്ന അതേ കോൺസെപ്റ്റ് NCERTയുടെ അതേ സാധനം തന്നെയാണ് ഇവിടെയും പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതിനിത്രയും 10 മാസം കൊണ്ട് കുട്ടി കേപ്പബിൾ ആവുന്നു, 14 വർഷം കൊണ്ട് കുട്ടി കേപ്പബിൾ ആവുന്നില്ല. ഇവിടെയാണ് നമ്മൾ ഇടപെടുന്നത്. എഡേഴ്സ് ലേണിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ 6th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ വളരെ കുറഞ്ഞ അളവിൽ കുട്ടിക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുത്ത് 6th 7th 8th 9th 10th 11th 12th എത്തുമ്പോഴത്തേക്ക് കുട്ടിക്ക് എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു കോമ്പറ്റൻസിയും കോൺഫിഡൻസും നോളജ് ബേസും സ്പീഡും ആക്യുറസിയും കുട്ടിക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇനി വേറൊരു വർഷം റിപ്പീറ്റ് ചെയ്യുക, അതിനുവേണ്ടി പ്രത്യേകമായ വേറെ ട്യൂഷന് പോവുക, അതിനുവേണ്ടി വേറെ ചെലവഴിക്കുക, ഇതൊന്നും ആവശ്യമില്ലാത്ത വിധം എഡേഴ്സ് ലേണിംഗ് സ്റ്റേഷൻ ആ കുട്ടിയെ എക്യുപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.